അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തൻ്റെ ചെറിയ ബോട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് സ്റ്റീവൻ ആ ദുരന്തം പിടിക്കുന്നത്. 1981 ജനുവരിയിൽ ഒരു വൈകുന്നേരം തൻ്റെ ബോട്ടിന് ചുറ്റുമുണ്ടായ ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകിടം മറിച്ചു. ബോട്ട് മുങ്ങിത്തുടങ്ങി. ഒരു ഡ്രാഫ്റ്റിൽ എങ്ങനെയോ കയറിപ്പറ്റി അയാൾ. കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് കയ്യിലുണ്ടായിരുന്നത്. പിന്നീടുള്ള നീണ്ട 76 ദിവസങ്ങൾ സ്റ്റീവൻസ് അതിജീവനത്തിലുള്ള പോരാട്ടത്തിലായിരുന്നു. മീൻ പിടിച്ചും വെള്ളം കുടിച്ചും അയാൾ പിടിച്ചു നിന്നു. റാഫ്റ്റിനെ ഒരു ചെറിയ വെള്ളമാക്കി അയാൾ സമുദ്രത്തിലേക്ക് തന്നെ ഇറങ്ങി. ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഷിപ്പിംഗ് ബാതിലിൽ നിന്നും മാറി. 50-ാം ദിവസം ഉപ്പുവെള്ളം മൂലം കാലുകൾ വ്രണമുണ്ടായി. ഉഷ്ണമേഖല വെള്ളത്തിൽ നീർജലമായി പൊരുതി. ക്ഷീണിതനായ ശരീരത്തിൻ്റെ 1/3 നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ദിവസം ആകസ്മികമായി കാലാഹനെ കാർലൂപ്പ് തീരത്ത് ചില മത്സ്യത്തൊഴിലാളികൾ കണ്ടു. അങ്ങനെ 76 ദിവസം നീണ്ട ആ കാത്തിരിപ്പിന് അവസാനമായി. 76 Days Lost at the Sea എന്ന പുസ്തകത്തിൽ സ്റ്റീവ് കാലഹൻ തൻ്റെ ജീവിതം എഴുതി. ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലറായി. ഈ പുസ്തകം പിന്നീട് സിനിമകൾക്കും പ്രചോദനമായി. അങ്ങനെയാണ് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും നമ്മളതിനെ തരണം തന്നെ ചെയ്യണം. അങ്ങനായാൽ നമുക്കൊരു വിജയം ഉറപ്പാണ്.